എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനതയിൽ ഡയബറ്റീസ് ഇത്ര അധികമായിട്ട് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ എല്ലാം മനസ്സിൽ വന്നു കാണണം. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസൃതമായ ഒരു ജീവിതശൈലിയാണ് കേരളൈറ്റ്സ് അല്ലെങ്കിൽ മലയാളികൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മളുടെ ജീവിത രീതികൾ മുന്നോട്ട് പോകുന്നത്. പലരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം നമ്മൾ ചോറാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. യെസ്, അതൊരു വലിയ കാരണമാണ്. പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ, റിഫൈൻഡ് അരിപ്പൊടി, വലിയ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പ്രോസസ്സസിലൂടെ. അപ്പൊ ഇത്തരത്തിലെ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ കഴിക്കാൻ തുടങ്ങി. അതുകൂടാതെ നമ്മുടെ നാച്ചുറൽ ഫുഡ് പാറ്റേണിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മാറിപ്പോയിരിക്കുന്നു. ഇന്ത്യയിലെ മെഡിസിൻസിന്റെ ഇൻടേക്കിൽ ആന്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, അക്രോസ് ദ കൗണ്ടർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. സ്റ്റഡീസ് പറയുന്ന ഏറ്റവും അധികം അതിന്റെ ഉപഭോക്താക്കളുള്ള കേരളത്തിലാണ്. അപ്പൊ ഇതും വൺ ഓഫ് ദ റീസൺസ് ആണ്. ഒരു വലിയ സെക്ട് ഓഫ് നമ്മുടെ യൂത്തിന്റെ ഉറങ്ങുന്ന ശീലങ്ങൾ 1 o'clock വരെ അവർ ടോട്ടലി ഓൺ ആണ്. അത് കഴിഞ്ഞ് അവർ ഉറങ്ങുന്നു. പിന്നെ അവർ ഉണർന്നു വരുമ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ഒരു 11 o'clock ഒക്കെ ആവും. ലൈഫ് സ്റ്റൈലിൽ വന്ന ഒരു വലിയ മാറ്റം. നമ്മുടെ ഫുഡ് ഇൻടേക്കിന്റെ ടൈമിങ്സ് മാറ്റുന്നു, പാറ്റേൺ മാറ്റുന്നു. ഇപ്പൊ നമ്മൾ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റുകളേ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്ത് കഴിച്ചു പോകുന്ന ഒരു ശീലത്തിലേക്ക് നമ്മളുടെ ഒരു വലിയ വിഭാഗം, വലിയൊരു പോപ്പുലേഷൻ വന്നു ചേരുകയാണ്.